ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടി ഫാമിലിയും റിലേറ്റീവൊക്കെ ആയിട്ട് ഒരു യാത്ര പോവുകയാണ്, തിരുപ്പതിയിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള അതിമനോഹരമായ നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രകൃതി രമണീയമായ വയലും വരമ്പും ഒക്കെ കാഴ്ചകളൊക്കെ ഈവനിങ് ടൈമിലുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ചെറുതായിട്ട് മഴക്കാറൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ജീൻസും ടോപ്പുമാണ് ഇട്ടത്. എൻ്റെയും ഏട്ടൻ്റെയും ഡ്രസ്സ് നല്ല മാച്ചായിട്ട് തോന്നി. എനിക്ക് ജീൻസ് ചേരുന്നുണ്ടോയെന്നൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ജീൻസൊക്കെ ഇടുന്നത്. ട്രിപ്പ് പോവല്ലേ, അപ്പോൾ ജീൻസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. മെലിഞ്ഞിരിക്കുന്ന ഒരു ശരീരപ്രകൃതി ആയതുകൊണ്ട് ജീൻസൊക്കെ ഇടുമ്പോൾ ബോറായിരിക്കുമോ എന്നുള്ള ഒരു ചമ്മലും മടിയായിരുന്നു. വാങ്ങിച്ചിട്ട് അങ്ങനെ ഇടാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും വെറുതെ വാങ്ങിച്ചിട്ട് വെച്ചിരിക്കുകയല്ലേ, ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ട്രാവലിംഗ് ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും ടൂറിസ്റ്റ് കേന്ദ്രത്തിനേക്കാളും എനിക്ക് അമ്പലങ്ങളിലൊക്കെ പോകാനാണ് കൂടുതലും ഇഷ്ടവും താല്പര്യവും. കുറച്ച് ദൈവവിശ്വാസവും ദൈവഭക്തിയൊക്കെ ഉള്ളതുകൊണ്ട് ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനും അവിടെയൊക്കെ പോകാനുമായിട്ടും കൂടുതൽ ഇഷ്ടം. അമ്മ മിച്ചറൊക്കെ തിന്ന് കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പുലർച്ചെ തന്നെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് മലയുടെ മേളിലോട്ട് ബസ് കയറി വന്നു. അവിടെ റൂം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുനിയേട്ടനും റിലേറ്റീവും എല്ലാവരും കൂടി റൂമിന് വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂം എടുത്തിട്ട് ഇനി ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് കുളിച്ച് റെഡിയായി ദർശനത്തിന്. കളഞ്ഞത് എരിയുണ്ടാവും, മറ്റേ എരിവുണ്ടാവും. അതാഴെ എപ്പോൾ എടുക്കാൻ പോയത്. റൂമൊക്കെ സെറ്റായി കിട്ടി. റൂമിൻ്റെ അടുത്തൊരു കുരങ്ങൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സുനിയേട്ടനൊരു മാങ്ങാ കഷ്ണമൊക്കെ കഴിക്കാൻ കൊടുത്തപ്പോൾ ഞാനൊരു കൗതുകം പോലെ കണ്ട് വീഡിയോ എടുത്തതാണ്. സുനിയേട്ടൻ്റെ സൗണ്ടാണ് കേട്ടത്. ഞങ്ങളപ്പോൾ ദർശനത്തിന് പോകാനായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് റെഡിയായ ഫോട്ടോസൊക്കെയാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കണ്ടിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ദർശനത്തിന്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ ദർശനമൊക്കെ കിട്ടി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ താഴത്തോട്ട് മല ഇറങ്ങി ബസ്സിലിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത്. നല്ല തണുപ്പും മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു ടർക്കിയൊക്കെ എടുത്ത് ഇങ്ങനെ പുതച്ചു മൂടി ഇരിക്കുകയാണ്, തൊപ്പിയൊക്കെ വെച്ചിട്ട്. നല്ല ഒരു വ്യൂ ആയിരുന്നു കേട്ടോ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ. മഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. താഴെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ട് താഴെ തന്നെ ഒരു റൂം എടുത്തിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പോയി ദർശനമൊക്കെ കണ്ട് ഉച്ചയായപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ സുനിയേട്ടൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട ഫുഡ് ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ സുനിയേട്ടനും ഞാനും അമ്മയായിട്ടൊരു ഫോട്ടോ എടുത്തതാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വാദിഷ്ടമായ രുചികരമായ ലഞ്ചായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് കറികളൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, പപ്പടം, പഴം, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറൊന്നും നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള പോലത്തെയുള്ള ഒരു ചോറല്ല കേട്ടോ. ഒരു പച്ചരി പോലത്തുള്ള ഒരു ചോറായിരുന്നു അത്. അങ്ങനത്തെ ഒരു റൈസായിരുന്നു കേട്ടോ. ആ റൈസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി ലഞ്ചായിരുന്നു. മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു കേട്ടോ. അങ്ങനെ നല്ലൊരു കോംബോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിലോട്ട് തിരിച്ചു പോകാൻ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ മുൻവശത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കുറേ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് വണ്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ ഊഞ്ഞാല കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഒരു രസത്തിന് വെറുതെ ഒന്ന് കയറിയിരുന്നതാണ്. അപ്പോൾ അനിയത്തിയുടെ കുട്ടികളെ ഇരുത്താനായിട്ട് സുനിയേട്ടൻ എന്നോട് നീ മാറി അവരെ ഇരുത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. തിരുപ്പതി പോയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഫോൺ അലോഡ് അല്ലായിരുന്നു കേട്ടോ. തിരുപ്പതിയിലെ ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളും ഇനിയും വീഡിയോസ് കുറേ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് റിലേറ്റീവും എല്ലാവരുമായിട്ട് പോയതിൻ്റെ ചെറിയൊരു തിരുപ്പതി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്.
പേരക്ക വാങ്ങാനായിട്ട് നിന്നപ്പോൾ പേരക്കയും മാങ്ങയുടെയും കൊട്ട കണ്ടപ്പോൾ അമ്മ ഒരു കൗതുകത്തിന് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതിനെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയായി കണ്ടപ്പോൾ ആ ഫോട്ടോസും കൂടി ഞാൻ ഇതിലെ വീഡിയോയിൽ ഇട്ടതാണ്. തിരുപ്പതി പോയതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.